Problem 7. A cylinder of diameter 80 mm and height 60 mm rests on HP on its base. First തന്നിരിക്കുന്ന cylinder ആണ് rest on HP. A triangular pyramid side 40 mm and height 40 mm rest centrally on the cylinder. First cylinder ആണ്, second pyramid rest centrally on the cylinder. Draw isometric projection of the combination. Cylinder of diameter 80 and height 60. അപ്പോൾ ആദ്യം കോമ്പിനേഷൻ ഓഫ് സോളിഡ്സ് ഇതും കൂടിയിട്ടുള്ള രണ്ട് സോളിഡ്സും ചേർത്തിട്ടുള്ള ഫ്രണ്ട് വ്യൂ ടോപ്പ് വ്യൂ വരയ്ക്കുക. അപ്പോൾ നമ്മളിതിൽ ട്രയാങ്കുലർ പിരമിഡാണ്. അപ്പോൾ ആദ്യം നമുക്ക് വേണേൽ ട്രയാങ്കുലർ പിരമിഡിന്റെ ടോപ്പ് വ്യൂ വരയ്ക്കാം. എന്നിട്ട് അതിന്റെ ആംഗിളിന്റെ മിഡ് പോയിന്റ് കണ്ടുപിടിച്ചിട്ട് ആക്സിസ് കണ്ടുപിടിക്കാം. ആദ്യം ഈ പിരമിഡിന്റെ ടോപ്പ് വ്യൂ വരയ്ക്കുക. ടോപ്പ് വ്യൂ വരച്ചിട്ട് അതിന്റെ ആക്സിസ് കണ്ടുപിടിച്ചിട്ട് മുകളിലേക്ക് വരച്ചാൽ മതി. ഓക്കെ, ഇനി വേണേൽ ടോപ്പ് വ്യൂ വരയ്ക്കാൻ നമുക്ക് സിലിണ്ടറിന്റെ ടോപ്പ് വ്യൂ കൂടി വരയ്ക്കാം. സിലിണ്ടറിന്റെ ടോപ്പ് വ്യൂ കൂടി വരച്ചു. ഓക്കെ, ഇനി അതിന്റെ ഫ്രണ്ട് വ്യൂ വരയ്ക്കാം. ആദ്യം സിലിണ്ടറിന്റെ ഫ്രണ്ട് വ്യൂ വരച്ചു. ഇനി അതിന്റെ മുകളിൽ ഇവിടുന്ന് പ്രൊജക്ട് ചെയ്ത പിരമിഡിന്റെ ഫ്രണ്ട് വ്യൂ ഇത്രയും വരയ്ക്കാം. ഇനി ഇതിലും ഫസ്റ്റ് സോളിഡ് എന്ന് വെച്ചാൽ ഇതാണ് ഫസ്റ്റ് സോളിഡ്, സിലിണ്ടർ ആണ് ഫസ്റ്റ് സോളിഡ്, സെക്കൻഡ് സോളിഡ് പിരമിഡ്. അപ്പൊ ഇതും 1 by 1 വരയ്ക്കണം. എങ്ങനെ വരയ്ക്കേണ്ടത്? ആദ്യം ഏത് ഒബ്ജക്റ്റ് ആണെങ്കിലും ഫസ്റ്റ് നമ്മൾ സിലിണ്ടർ എടുക്കുക. ഫസ്റ്റ് സിലിണ്ടറിനെ നമ്മൾ എൻക്ലോസ് ചെയ്തു, ഒരു സ്ക്വയറിൽ എൻക്ലോസ് ചെയ്തു. സ്ക്വയറിൽ എൻക്ലോസ് ചെയ്ത് 1 2 3 4 എന്ന് മാർക്ക് ചെയ്തു. ബേസ് ലൈൻ വരച്ചു. വരച്ചിട്ട് 30 ഡിഗ്രി രണ്ട് ഡയറക്ഷനിലേക്കും 30 ഡിഗ്രി എടുത്തു. ഇതിൽ നമ്മൾ സിലിണ്ടർ എലിപ്സ് വരച്ചു. ഇനി ഇതിന്റെ ടോപ്പ് സർഫസിലാണ് നമുക്ക് പിരമിഡ് വരയ്ക്കേണ്ടത്. കാരണം പറഞ്ഞിരിക്കുന്നത് ട്രയാങ്കുലർ പിരമിഡ് 40 and 40 mm സൈഡ് ആൻഡ് 40 mm ഹൈറ്റ് റെസ്റ്റ് സെൻട്രലി ഓൺ ദി സിലിണ്ടർ. കറക്റ്റ് ഒരേ ആക്സിസിലാണ് ഇരിക്കുന്നത്. ഓക്കെ, ഇത് നമ്മൾ ഓൾറെഡി വരച്ച ഫിഗർ തന്നെയാണ്, അതേ ഡയമെൻഷൻ തന്നെ തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ഫ്രണ്ട് വ്യൂ കോമ്പിനേഷന്റെ ഫ്രണ്ട് വ്യൂ ടോപ്പ് വ്യൂ വരച്ചു. എന്നിട്ട് ഫസ്റ്റ് സോളിഡ്, ഇത് ഫസ്റ്റ് സോളിഡ് ആണ്, ഇത് സെക്കൻഡ് സോളിഡ്. ഫസ്റ്റ് സോളിഡ് ആദ്യം 1 2 3 4 എൻക്ലോസ് ചെയ്ത് അത് വരച്ചു. അത് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, വരച്ചു. ഇനി സെക്കൻഡ് സോളിഡ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യേണ്ടത്? സെക്കൻഡ് സോളിഡ് വരുന്ന ഈ സർഫസിലാണ് സെക്കൻഡ് സോളിഡ് വരയ്ക്കേണ്ടത്. സെക്കൻഡ് സോളിഡിന്റെ ബേസ് ഇവിടെയാണ് വരുന്നത്. അപ്പൊ അത് വരയ്ക്കാൻ വേണ്ടി സെയിം പ്രൊസീജിയർ. സെക്കൻഡ് സോളിഡിന്റെ ടോപ്പ് വ്യൂ നമുക്കറിയാം, ഇതാണ് ടോപ്പ് വ്യൂ. ഈ ഐസോസലസ് ട്രയാങ്കിൾ ആണ്, ഈക്വലാറ്റർ ട്രയാങ്കിൾ ആണ് ടോപ്പ് വ്യൂ. ഇനി ഇത് ഇങ്ങോട്ട് വരയ്ക്കാൻ വേണ്ടി ഇത് സെക്കൻഡ് സോളിഡ് ആണ്. സെക്കൻഡ് സോളിഡ് ഏത് സോളിഡ് ആണെങ്കിലും നമ്മൾ അതിന്റെ ടോപ്പ് വ്യൂ നമ്മളൊരു സ്ക്വയറിൽ എൻക്ലോസ് ചെയ്യും. സ്ക്വയർ അല്ലെങ്കിൽ റെക്ടാങ്കിളിൽ എൻക്ലോസ് ചെയ്യും. ടോപ്പ് വ്യൂ ഒരു സ്ക്വയർ, റെക്ടാങ്കിൾ അല്ലെങ്കിൽ സ്ക്വയറിൽ എൻക്ലോസ് ചെയ്യും. ഇനി ഇത് നെയിം ചെയ്യാം. ഇതിപ്പോ നമ്മൾ 1 2 3 4 മാർക്ക് ചെയ്തു. അപ്പൊ ഇത് 5 6 7 8 മാർക്ക് ചെയ്തു. ഇനി ഈ റെക്ടാങ്കിൾ നമ്മൾ ഇവിടെ വരയ്ക്കണം. ഈ ടോപ്പ് സർഫസിൽ റെക്ടാങ്കിൾ വരയ്ക്കണം. ഓക്കെ, അപ്പൊ അതിനു മുമ്പ് നമുക്ക് ഇതിന്റെ കോർണേഴ്സ് ഒന്ന് നെയിം ചെയ്യാം. ഇത് എ ബി സി കോർണർ ജോയിൻ ചെയ്തു. അതിന്റെ അപ്പെക്സ് ഓ. ഇനി ഈ 5 6 7 8 എന്നുള്ള ഈ റെക്ടാങ്കിൾ ഇവിടെ വരയ്ക്കാൻ വേണ്ടി, അതൊരു റോംബസ് ആയിട്ടാണ് വരുന്നത്, അത് വരയ്ക്കാൻ വേണ്ടിയുള്ള ടെക്നിക്കാണ് അടുത്ത് പറയുന്നത്. ആദ്യം നമ്മൾ ഈ ലൈൻ, അതായത് 5 6 എന്നുള്ള ലൈൻ എക്സ്റ്റെൻഡ് ചെയ്യും. 5 6 ലൈൻ എക്സ്റ്റെൻഡ് ചെയ്യും ഇങ്ങോട്ട്. 5 6 ലൈൻ എക്സ്റ്റെൻഡ് ചെയ്യും. അപ്പൊ നമുക്ക് ഇവിടെ ഒരു പോയിന്റ് കിട്ടും. അതുപോലെ ഇവിടെ ഒരു പോയിന്റ് കിട്ടും. അപ്പൊ ഈ ഡിസ്റ്റൻസ് ഇതിപ്പോ നമുക്ക് ഫോർ എക്സാമ്പിൾ ഇത് നമുക്ക് 9 മാർക്ക് ചെയ്യാം. 9 മാർക്ക് ചെയ്യാം. ഇനി ഈ ഡിസ്റ്റൻസ് കോമ്പസിൽ എടുത്തിട്ട് റെഡ്യൂസ് ചെയ്യാം. 82% റെഡ്യൂസ് ചെയ്യുക. ഇനി 0.9 എവിടെയാണ് വന്നിരിക്കുന്നത്? 1/4 വന്നിരിക്കുന്നത്. 0.9 വന്നിരിക്കുന്നത് 1/4. അപ്പൊ ഈ ഡിസ്റ്റൻസ് കോമ്പസിൽ എടുത്തിട്ട് റെഡ്യൂസ് ചെയ്യുക. ഐസോമെട്രിക് സ്കെയിലിൽ വെച്ചിട്ട് റെഡ്യൂസ് ചെയ്യുക. റെഡ്യൂസ് ചെയ്ത് കിട്ടുന്ന ഡിസ്റ്റൻസ് എവിടെ മാർക്ക് ചെയ്യണം? ഈ ഡിസ്റ്റൻസ് ഈ 9 എന്നുള്ളത് 1/4. അപ്പൊ നമുക്ക് ഇവിടെ
ഇതാണ് 1 4, ഇത് 1, ഇത് 4 4 1 ടോപ്പ് സർഫസ് ആണ്. 1 2 3 4 ടോപ്പ് സർഫസ്. അപ്പൊ ഇത് നമ്മൾ ഈ ഡിസ്റ്റൻസ് റെഡ്യൂസ് ചെയ്ത് എടുത്തത് നമ്മൾ 1 നിന്ന് 1 4 മാർക്ക് ചെയ്തു. 1 4 മാർക്ക് ചെയ്തു. ഇനി അതുപോലെ അടുത്ത പോയിന്റ് ഇവിടെ വരുന്നുണ്ട്. 1 4 മാർക്ക് ചെയ്തു. എന്നിട്ട് ഈ 1 2 പാരലായിട്ടാണ് ഈ വരുന്നത്. 1 2 പാരലായിട്ടാണ് ഈ വര വരയ്ക്കുന്നത്. അപ്പൊ ഈ 9 കിട്ടിക്കഴിഞ്ഞാൽ 9 ഇവിടെ കിട്ടിക്കഴിഞ്ഞാൽ ഇനി ഈ 1 2 പാരലായിട്ട് ഒരു ലൈൻ വരയ്ക്കും. 1 2 പാരലായിട്ട് ഒരു ലൈൻ. 9 1 4 9 കിട്ടി. 9 കിട്ടിക്കഴിഞ്ഞാൽ 1 2 പാരലായിട്ട് ഒരു ലൈൻ വരച്ചു. 1 2 പാരലായിട്ട് ലൈൻ വരച്ചു. ഇനി അതുപോലെ അടുത്ത ഡിസ്റ്റൻസ് ഏതാ എടുക്കേണ്ട കോമ്പസിൽ? അടുത്ത ഡിസ്റ്റൻസ് ഇനി ഈ 5 8 എന്നുള്ള ലൈൻ എക്സ്റ്റെൻഡ് ചെയ്യുക താഴേക്ക്. 5 8 എന്നുള്ള അപ്പൊ ഈ ലൈനാണ് ഇനി നമ്മൾ വരയ്ക്കാൻ പോകുന്നത്. അപ്പൊ ഇത് നമുക്ക് ഈ പോയിന്റ് വേണേ 10 എന്ന് മാർക്ക് ചെയ്തോ. ഇത് 9, ഇത് 10. അപ്പൊ 10 വരുന്നത് 1 2 ലൈനിലാണ്. അപ്പോൾ 1 2 ലൈനിൽ 10 വരുന്നു. ഇതേ സെയിം പ്രൊസീജിയർ 1 10 എടുക്കുക, കോമ്പസിൽ എടുക്കുക. 1 10 കോമ്പസിൽ ഡിസ്റ്റൻസ് എടുക്കുക. ഐസോമെട്രിക് സ്കെയിലിൽ വരയ്ക്കുക. അതിന്റെ റെഡ്യൂസ് ലെങ്ത് മുകളിൽ എടുക്കുക. എന്നിട്ട് ഏത് ലൈനിലാണ് വരുന്നത്? 10 എന്നുള്ള ഏത് ലൈനിലാണ് വരുന്നത്? 10 വരുന്നത് 1 2 ലൈനിലാണ് 10 വരുന്നത്. അപ്പോൾ 1 2 ഇതാണ് 1 2 ലൈനിൽ ഞാൻ 10 മാർക്ക് ചെയ്തു. ഇതാണ് 10 എന്നുള്ള പോയിന്റ്. ഇനി ഈ 10 എന്ന് വരയ്ക്കുന്ന ലൈൻ, ഈ ലൈൻ 1 4 പാരലാണ്. ഇത് 1 4 പാരലാണ്. അപ്പൊ നമ്മൾ 10 നിന്ന് 1 4 പാരലായിട്ട് ഒരു ലൈൻ വരച്ചു. 10 നിന്ന് 1 4 പാരലായിട്ട്. ഇതാണ് 10 1 4. ഇതാണ് 1 4 പാരലായിട്ട് ലൈൻ. വരച്ചു. ഇനി അതുപോലെ തന്നെ ഇനിയുള്ള 2 ലൈൻ കൂടിയും വരയ്ക്കുക. ഇത് എക്സ്റ്റെൻഡ് ചെയ്യുക. അപ്പൊ ഇവിടെ 11 കിട്ടും. ഇനി ഈ ലൈൻ വരയ്ക്കുക. ഈ ലൈൻ എവിടെയാണ് വരുന്നത്? 1 2 തന്നെ 11. ഇവിടെ നിന്ന് മാർക്ക് ചെയ്താൽ 11 കിട്ടും. ഇവിടെ ഒരു പോയിന്റ് കിട്ടും. അതായത് 2 നിന്ന് ഈ ഡിസ്റ്റൻസ് റെഡ്യൂസ് ചെയ്യുക. ഇവിടെ 11 കിട്ടും. 11 നിന്ന് ഇതിന് പാരലായിട്ട് ലൈൻ വരയ്ക്കുക. ഇനി അതുപോലെ ഈ ഡിസ്റ്റൻസ് എക്സ്റ്റെൻഡ് ചെയ്യുക. ഇതുണ്ട് എക്സ്റ്റെൻഡ് ചെയ്യുക അങ്ങോട്ട്. ഇത് എക്സ്റ്റെൻഡ് ചെയ്യുക. ഇവിടെ ഒരു 12 എന്നുള്ള പോയിന്റ് കിട്ടും. അത് 12 വരുന്നത് എവിടെയാ? 2 3 ലൈനിലാണ് 12 വരുന്നത്. അപ്പൊ ഈ ഡിസ്റ്റൻസ് എടുക്കുക. ഈ ഡിസ്റ്റൻസ് എടുത്തിട്ട് റെഡ്യൂസ് ചെയ്യുക. റെഡ്യൂസ് ചെയ്യുമ്പോൾ ഇവിടെ ഒരു പോയിന്റ് കിട്ടും. ഇത് 12 കിട്ടും. അതായത് 2 3ലാണ് 12. അപ്പൊ ഇവിടെ കിട്ടിയിരിക്കുന്നത് 12 കിട്ടി. ഇവിടെ 11 കിട്ടി. 12 കിട്ടി. ഇനി 4 ലൈൻസ് വരയ്ക്കുക. 12 നിന്ന് ഇങ്ങനെ വരയ്ക്കുക. 11 നിന്ന് ഇങ്ങോട്ട് വരയ്ക്കുക. അപ്പൊ 4 ലൈൻസ് വരച്ചു. അപ്പൊ ഓരോന്നും പാരലാണ്. ഇവിടെ കിട്ടുന്ന ഓരോ ഡിസ്റ്റൻസുകളാണ് നമ്മൾ എടുക്കുന്നത്. ഈ ഡിസ്റ്റൻസ് ഇവിടെ എടുത്തു, ഈ ഡിസ്റ്റൻസ് ഇവിടെ എടുത്തു, ഈ ഡിസ്റ്റൻസ് ഇങ്ങോട്ട് എടുത്തു. അങ്ങനെ എല്ലാം പാരലൈൻസ് വെച്ചിട്ട് ഈ ഇന്റർസെക്റ്റിംഗ് പോയിന്റ്സ് ആണ് നമ്മുടെ ആവശ്യമുള്ള പോയിന്റ്. ഈ 4 പോയിന്റ് ആണ് ആവശ്യമുള്ളത്. ഇത് 5, ഇത് 6, ഇത് 7, ഇത് 8. അപ്പൊ ഇതാണ് നമ്മുടെ ആവശ്യമുള്ള പോയിന്റ്. ഇനി എന്താ ചെയ്യേണ്ടത്? അപ്പൊ ഇതാണ് ഇതിൽ ഈ റോംബസിന്റെ അകത്താണ് ഇനി അടുത്ത ഒബ്ജക്റ്റിന്റെ ബേസ് വരയ്ക്കേണ്ടത്. അപ്പൊ അടുത്ത ഒബ്ജക്റ്റിന്റെ ബേസ് എന്താണ്? ഒരു ട്രയാങ്കുലർ പ്രിസമാണ്. അപ്പൊ ഇതാ ഈ ട്രയാങ്കിൾ ഇവിടെ വരയ്ക്കണം. അതായത് ABC കണ്ടുപിടിക്കണം. അപ്പൊ നമുക്കറിയാം നമുക്കറിയാം ഏതാ പോയിന്റ്. എ എന്നുള്ള പോയിന്റ് 5 തന്നെയാണ്. അപ്പൊ ഇത് തന്നെയായിരിക്കും എ വരുന്നത്. ഈ പോയിന്റ് തന്നെയാണ് എ വരുന്നത്. ഇനി അടുത്ത് സി വരുന്നത് 8 പോയിന്റ് തന്നെയാണ് സി വരുന്നത്. അപ്പൊ ഈ പോയിന്റ് തന്നെ സി വരും. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ബി ആണ്. ബി വരുന്നത് ഏതാ? ഇതിന്റെ മിഡ് പോയിന്റ് ആണ് ബി വരുന്നത്. അതല്ലെങ്കിൽ ഇതെടുത്ത് റെഡ്യൂസ് ചെയ്താൽ മതി. ഈ ഡിസ്റ്റൻസ് എടുത്ത് കോമ്പസിലെടുത്ത് ഇതിലെടുത്ത് റെഡ്യൂസ് ചെയ്യുക. അതല്ലെങ്കിൽ നമ്മൾ ലോജിക്ക് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ ലൈനിന്റെ മിഡ് പോയിന്റ് ആണ് ബി വരുന്നത്. അപ്പൊ ഈ ലൈനിന്റെ മിഡ് പോയിന്റിൽ ഞാൻ ബി മാർക്ക് ചെയ്തു. അപ്പൊ നമുക്ക് 3 പോയിന്റ് കിട്ടി. അത് ജോയിൻ ചെയ്തു. ഇതാണ് ആ ട്രയാങ്കുലർ പ്രിസത്തിന്റെ ബേസ്. ABC. ട്രയാങ്കുലർ പ്രിസത്തിന്റെ ബേസ്.
ഇനി നമ്മൾ നേരത്തെ ചെയ്ത പോലെ എന്താ ചെയ്യേണ്ടത്, ഇതിന്റെ മിഡ് പോയിന്റ് കണ്ടുപിടിക്കുക. മിഡ് പോയിന്റ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ അക്യുറേറ്റ് അല്ലെങ്കിലും നമുക്ക് ചെയ്യാം. ഇതിന്റെ മിഡ് പോയിന്റ് എടുത്തിട്ട് ഇങ്ങോട്ട് വരയ്ക്കാം. ഇതിന്റെ മിഡ് പോയിന്റ് എടുത്തിട്ട് ഇങ്ങോട്ട് വരയ്ക്കുക. ഇപ്പോൾ ഒരു സെന്റർ പോയിന്റ് കിട്ടും. ഈ പോയിന്റിൽ നിന്ന് നമ്മൾ നേരത്തെ കോണിന്റെ കേസിൽ പറഞ്ഞ പോലെ ഈ ഒന്നുകൂടി പറയാം, ഈ 5, 6 ഓക്കെ അപ്രോക്സിമേറ്റ്ലി ഇതിന്റെ സെന്റർ പോയിന്റ് കണ്ടുപിടിച്ച് ഇതിന്റെ സെന്റർ പോയിന്റ് കണ്ടുപിടിച്ച് വരച്ച അപ്രോക്സിമേറ്റ്ലി ഒരു പോയിന്റ് കിട്ടും. ഇനി ഈ പോയിന്റിൽ നിന്ന് നമ്മൾ ഹൈറ്റ് എടുക്കുക. ഈ പോയിന്റിൽ നിന്ന് ഹൈറ്റ് എടുക്കുക. വെർട്ടിക്കലായിട്ടൊരു ലൈൻ വരയ്ക്കുക. വെർട്ടിക്കൽ ലൈൻ വരച്ചു. ഇനി കോമ്പസിൽ പിരമിഡിന്റെ നമ്മൾ O എന്നുള്ള പോയിന്റാണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. ഈ പോയിന്റാണ് കണ്ടുപിടിക്കാൻ പോകുന്നത് O. ഇത് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ പിരമിഡ്സിന്റെ കാര്യങ്ങളൊക്കെ ചെയ്ത പോലെ തന്നെ, സെയിം ചെയ്ത പോലെ തന്നെ ഇത് വരയ്ക്കുക. ഹൈറ്റ് എടുക്കുക. ഹൈറ്റ് എടുത്തിട്ട് റെഡ്യൂസ് ചെയ്യുക. ഇതിലെടുത്ത് റെഡ്യൂസ് ചെയ്യുക. അപ്പോൾ റെഡ്യൂസ് ചെയ്ത ഡയമെൻഷൻ കോമ്പസിൽ എടുക്കുക. റെഡ്യൂസ് ചെയ്ത ഡയമെൻഷൻ ഞാൻ കോമ്പസിൽ എടുത്തു. ഇനി ഈ സെന്റർ പോയിന്റിൽ നിന്ന് ഹൈറ്റ് മാർക്ക്. സെന്റർ പോയിന്റിൽ ഹൈറ്റ് മാർക്ക് ചെയ്തു. അപ്പോൾ ഇതാണ് പോയിന്റ്, ഇതാണ് O. അപ്പോൾ എല്ലാ പോയിന്റും കിട്ടി. A, B, C, O കിട്ടി. ഇനി നമ്മൾ പിരമിഡ്സിന്റെ കേസ് ചെയ്യുന്ന പോലെ തന്നെ എല്ലാ കോർണേഴ്സുമായിട്ട് ജോയിൻ ചെയ്യാം. ഇതാണ് നമ്മുടെ പിരമിഡ്. ഇനി പിരമിഡ്സിന്റെ കേസിൽ നമ്മൾ ചെയ്യുന്ന പോലെ ഏതാണ് ഡാർക്ക് ഏതാണ് ഡോട്ടർ ലൈൻ എന്ന് കാണിക്കാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യുന്നത്, സാധാരണ പിരമിഡ്സിന്റെ കേസ് ചെയ്യുന്ന ഏതാണ്, എക്സ്ട്രീം ലാറ്ററൽ എഡ്ജസ് ജോയിൻ ചെയ്യുക. തിക്ക് ഡാർക്ക് ആക്കുക. എക്സ്ട്രീം ലാറ്ററൽ എഡ്ജ് ടിപ്സ് ഒക്കെ പറഞ്ഞതാണ്. എക്സ്ട്രീം ലാറ്ററൽ എഡ്ജ്. പിന്നെ ബേസ് ലൈൻ, ഇതാണ് ബേസ് ലൈൻ. ബേസ് ലൈനിന് അടുത്ത് വരുന്ന ബേസ് എഡ്ജസ് ഡാർക്ക് ചെയ്യാം. ഡാർക്ക് ചെയ്തു. ഇനി ആ വരച്ച ബേസ് എഡ്ജസിൽ ഉള്ള ലാറ്ററൽ എഡ്ജ് ഡാർക്ക് ചെയ്യാം. ഇത്രയാണ് ട്രയാങ്കുലർ പിരമിഡ്. ഇനി ഇതിൽ വരാത്തൊരു CB എന്നുള്ള എഡ്ജ് മാത്രമുള്ളത് ഡോട്ടർ ലൈൻ. ഇതാണ് കോമ്പിനേഷൻ ഓഫ് സോളിഡിന്റെ ഐസോമെട്രിക് പ്രൊജക്ഷൻ. അപ്പൊ ഇതിൽ ഇത്രേ ഉള്ളൂ. നമ്മൾ 1 by 1 എത്ര സോളിഡ്, ഇപ്പൊ ഇത് 2 സോളിഡിന് പറഞ്ഞാൽ ചിലപ്പോൾ 3 സോളിഡ് ഉള്ളത് വരാമായിരിക്കാം. അപ്പോൾ ഇത്രേ ഉള്ളൂ. ആദ്യം 1 by 1 ആയിട്ട് ഫ്രണ്ട് വ്യൂ ടോപ്പ് വ്യൂ വരയ്ക്കുക. എന്നിട്ട് താഴേന്ന് ഓരോരോ സോളിഡ് ആയിട്ട് വരയ്ക്കണം. ഇപ്പൊ താഴെ നമ്മൾ സിലിണ്ടർ ആണ്. സിലിണ്ടറിന്റെ ടോപ്പ് വ്യൂ നമ്മൾ എൻക്ലോസ് ചെയ്തു. സിലിണ്ടർ ആദ്യം വരച്ചു. ഇനി സിലിണ്ടറിന്റെ ടോപ്പ് സർഫസിൽ വരുന്ന ഈ റോംബസ്, ടോപ്പ് സർഫസിൽ വരുന്ന ഈ 1, 1, 2, 1, 3, 1, 4, 1 ആ റോംബസിലാണ് അടുത്ത സോളിഡിന്റെ, അടുത്ത പിരമിഡിന്റെ ബേസ് വരുന്ന അതിലാണ്. അപ്പൊ അത് വരയ്ക്കാൻ വേണ്ടി, ബേസ് വരയ്ക്കാൻ വേണ്ടി നമ്മൾ ആ സെക്കൻഡ് സോളിഡിനെ നമ്മൾ വീണ്ടും ഒരു സ്ക്വയറിലോ റെക്ടാംഗിളോ എൻക്ലോസ് ചെയ്തിട്ട് ആ റെക്ടാംഗിൾ കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഈ പാരലൈൻസ് വരച്ചത്. പാരലൈൻസ് വരച്ചിട്ട് ആ റെക്ടാംഗിൾ കിട്ടി. അതിൽ ബേസ് കണ്ടുപിടിച്ചു. ഇനി ഹൈറ്റ് നമ്മൾ പിരമിഡ്സിന്റെ പെട്ടെന്ന് ഹൈറ്റ് കൊണ്ട് ഇവിടെ വേണേൽ റെക്ടാംഗുലർ ബോക്സ് ക്രിയേറ്റ് ചെയ്ത് കണ്ടുപിടിക്കാം. അപ്പോൾ എളുപ്പത്തിന് ഇതിന്റെ സെന്റർ പോയിന്റ് കണ്ടുപിടിച്ചു. സെന്റർ പോയിന്റ് കണ്ടുപിടിച്ചിട്ട് മുകളിലേക്ക് വരച്ചു. വെർട്ടിക്കൽ ഡിസ്റ്റൻസ് എടുത്തു. വെർട്ടിക്കൽ ഡിസ്റ്റൻസ് എടുത്തിട്ട് നമ്മൾ പിരമിഡ്സ് ജോയിൻ ചെയ്തു. എന്നിട്ട് അതിന്റെ ഏതാണ് വിസിബിൾ എന്നുള്ളത് നോക്കിയിട്ട് ഡാർക്ക് ചെയ്തു.